അങ്ങനെ അവൻ അവളെ തള്ളിയിടുമ്പോൾ അവൾ എഴുന്നേൽക്കുന്നത് പോലുമില്ല. ആദ്യമൊക്കെ അവൻ കരുതിയത് ക്യാഷിനു വേണ്ടി വല്ല തട്ടിപ്പ് കാണിക്കുന്നാകും എന്നാ. പക്ഷേ അവൾ തൊട്ടുമ്പോൾ നല്ല ചൂട് കാണും. വേഗം അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീടാണെങ്കിൽ ആകെ തകർന്നിരിക്കുന്നതായി കാണപ്പെട്ടു. അപ്പോൾ അവൾ വെള്ളമെന്ന് പറയുമ്പോൾ വേഗം തൻ്റെ ജോലിക്കാരെയും കൊണ്ട് അവിടുണ്ടായ കുറച്ച് മരുന്നെടുത്ത് കൊടുത്തു. അതും ഒരു മടിയും കൂടാതെ. ശേഷം അവൻ പോകാനായി എഴുന്നേൽക്കുമ്പോൾ അവൾ അവൻ്റെ കൈ മുറുകെ പിടിച്ച്, എന്നെ തല്ലരുത്, ഞാൻ പിച്ചക്കാരിയല്ല, മുത്തശ്ശനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവന് അവളെ വിട്ടു പോകാനേ തോന്നിയില്ല. അവൾ സുഖപ്പെടുന്നതുവരെ അവൻ അവളുടെ അടുത്തന്നെ ഇരുന്നു. അവൾ കണ്ണ് തുറക്കുമ്പോൾ അവളോട് ഇവിടെ കിടക്ക്, വീട്ടുകാർ വരുന്നതുവരെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോൾ അവളും പറയുന്നുണ്ട് തനിക്ക് പാരൻസ് ഇല്ല. അവളുടെ ഏക മുത്തശ്ശൻ കഴിഞ്ഞ ദിവസമായിരുന്നു മരിച്ചത്. അന്നേരം അവന് നല്ല വിശപ്പ് തോന്നി. അത് മനസ്സിലാക്കി അവൾ, ചേട്ടന് വിശക്കുന്നുണ്ടല്ലേ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അവൾ കിടക്കയിൽ നിന്ന് ചാടി ഉള്ളരി വെച്ച് ഒരു പാത്രം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം അവൻ്റെ അച്ഛനും മുത്തശ്ശനും ടി വിയിൽ കാണുന്നുണ്ടായി. അവനത് കഴിക്കില്ല എന്നതായിരിക്കും അവർ കരുതിയത്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. വിശന്നിരിക്കുന്നവന് അതിൽ നിന്ന് വന്ന മണം കൊണ്ട് ആർത്തിയോടെ കഴിച്ചു തീർത്തു. ശേഷം ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് പകരമായി അവൻ അവൾക്ക് നല്ല ഡ്രസ്സും കുറച്ച് ക്യാഷും കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായി കരുതുമ്പോൾ അവർ ആരും വിട്ടില്ല. കാരണം അവനെ നന്നാക്കാനായിട്ടാണ് മുത്തശ്ശനും അച്ഛനും അവനെ ഗ്രാമത്തിൽ വിട്ടത്. കുറച്ച് ദിവസം അവൾക്കൊപ്പം കഴിയാനാണ് ഓർഡർ ഇപ്പോൾ മുത്തശ്ശൻ നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവന് നല്ല ദേഷ്യമാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.